രായമംഗലം പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം 100 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. വിവിധ മന്ദിരങ്ങളുടെ ശിലാസ്ഥാപനം, DG കേരളം പ്രഖ്യാപനം, ഓട്ടോ ഫ്ലാഗ് ഓഫ് എന്നിവയും ഉണ്ടായിരുന്നു. രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച 100 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും തിങ്കളാഴ്ച നടന്നു. പഞ്ചായത്ത് പുതുതായി നിർമ്മിക്കുന്ന വിവിധ മന്ദിരങ്ങൾക്ക് ശിലാസ്ഥാപനവും നടത്തി. കൂടാതെ ആർദ്രം കേരളം പുരസ്കാരം 2021 നേടിയ സ്ഥാപനങ്ങൾക്ക് ആദരം, DG കേരളം പ്രഖ്യാപനം, ഓട്ടോ ഫ്ലാഗ് ഓഫ് എന്നിവയും ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗത്തിൽ ചേർന്ന സമ്മേളനം എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സ്ഥാപനങ്ങൾക്കുള്ള ആദരം സമർപ്പിച്ചു. ഒപ്പം DG കേരളം പ്രഖ്യാപനവും നടത്തി. നിർമ്മാണം പൂർത്തീകരിച്ച 100 വീടുകളുടെ പ്രഖ്യാപനവും താക്കോൽദാന ചടങ്ങുകളും നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർക്ക് മഴയത്തും വെയിലത്തും കയറി കിടക്കാൻ സ്ഥലമില്ലാതിരുന്ന, ഒരു കൂര പോലുമില്ലാതിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസത്തിന്റെ വലിയ പ്രഖ്യാപനങ്ങളുമായി ത്രിതല പഞ്ചായത്ത് വിളിക്കുന്നത് ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 100 പേർക്ക് വീട് നിർമ്മാണം പൂർത്തിയായിട്ടുള്ള അതിയായ സന്തോഷമാണ് നമുക്കെല്ലാം ഉള്ളത്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള മറ്റു പദ്ധതികളും ഇതോടൊപ്പം നടക്കുകയാണ്. നമുക്ക് DG കേരളയുടെ പ്രഖ്യാപനം, DG സാക്ഷരതയുടെ പ്രഖ്യാപനം കൂടി നടക്കുകയാണ്. നമുക്ക് നമ്മുടെ നാടിനെ പരിപൂർണമായും ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്ടോബർ മാസം 20-ാം തീയതിക്ക് മുൻപായി അതിന്റെ എല്ലാ സർവേയും പൂർത്തിയാക്കി, പഠനങ്ങൾ പൂർത്തിയാക്കി, മുഴുവൻ ആളുകളിലേക്കും ഡിജിറ്റൽ സാക്ഷരതയുടെ എല്ലാ സന്ദേശവും എത്തിച്ച് അവരെ അതിനെ പ്രാപ്തരാക്കി ഓരോ പഞ്ചായത്തിലും ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തുന്നതിനുള്ള ഡിജിറ്റൽ DG സംവിധാനം പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്ത് പരിപൂർണമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് DG കേരള പ്രഖ്യാപനം കൂടി നടത്തുകയാണ്. കോപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത്കുമാർ ഓട്ടോ ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈസ് പ്രസിഡന്റ് ദീപ ജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ്, ജോയിന്റ് ഡയറക്ടർ പ്രദീപ് കുമാർ V, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ANS C തോമസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജു കുര്യാക്കോസ്, രാജി ബിജു, സ്മിത അനിൽകുമാർ, ആസൂത്രണ സമിതി അധ്യക്ഷൻ S മോഹനൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് പുണേരി, നേതാക്കളായ NM സലീം, ബെസിൽ പോൾ, ബീന ഗോപിനാഥ്, PK സുകുമാരൻ, അഡ്വക്കേറ്റ് VK സന്തോഷ്, വിവിധ വാർഡ് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ ഗിരിജ സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി B സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.